സുഹൃത്തുക്കളെ, ജങ്കാർഗാലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഒരു RS200 ഉണ്ട് ബജാജിൻ്റെ. അതിൻ്റെ റിയർ കാലിപ്പറിൻ്റെ പിസ്റ്റൺ സ്റ്റക്കാണ്. അതായത് വേറൊന്നുമല്ല, ഫ്രീ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടയർ കറക്കുമ്പോൾ ഈ ടൈറ്റ് വരും. ഈ ഇത്രയും നല്ല ടൈറ്റാണ്. അപ്പോൾ കാലിപ്പർ ചൂടാവാനും അതുപോലെ പാഡ് വെറുതെ തീർന്നു പോകാനും സാധ്യതയുണ്ട്. നമുക്ക് കാലിപ്പർ അഴിച്ച് അതിനുള്ള പിസ്റ്റൺ ചെക്ക് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറാനായിട്ട് നമുക്ക് അതിന് കുഴപ്പമില്ല, നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ റെഡിയാക്കാം. അല്ലെങ്കിൽ നമ്മളിത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ടയർ ഹാക്കർ ഉണ്ടായിരുന്നു, അത് നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനി റിമൂവ് ആവശ്യമില്ല. ഇത് നമുക്ക് ജസ്റ്റ് ടയർ റിമൂവ് ചെയ്യാം. 22-ൻ്റെയാണ്, നെറ്റാണ്. ബ്രേക്ക് പാഡ് റിമൂവ് ചെയ്ത് പിസ്റ്റൺ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാം. സ്ലൈഡർ നമുക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇതിനകത്ത് 2 വാഷറുകളുണ്ട്, റബ്ബറിൻ്റെ ഓറിങ്ങുകൾ, ചെറുതും ഒന്ന് വലുതും. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് പുതിയത് എന്തായാലും റീപ്ലേസ് ചെയ്യുക. നമ്മളിനി അത് രണ്ടാമത് കയറ്റി നമുക്ക് പണി മെനക്കേടാണ്, കാരണം ഇത്ര നാളായതല്ലേ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ഇടയിലൊക്കെ ശരിക്കും വേസ്റ്റ് കയറിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് എഡ്ജിലൊക്കെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. പുതിയ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് പൾസർ 220-യുടെ റിയർ കാലിപ്പറിൻ്റെ ആണ്. ഇത് സെയിമാണ്. അനുസരിച്ചുകൊണ്ട് നമുക്ക് പഴയതും പുതിയതായിട്ട് വെച്ച് നോക്കാം. ഇത് പഴയത്, പുതിയത് സെയിമാണ്. അപ്പോൾ RS200 എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നില്ല. 220-യുടെ സെയിമാണ് RS200 ഉണ്ടാവും. കേക്ക് വരുമ്പോൾ ചതയരുത് കേട്ടോ. ഒഴിച്ച് ബ്ലീഡ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാം.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ചെയ്താൽ മതി.